ഇറാൻ അനുകൂല സംഘടനകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനിയുള്ള ഭീഷണിയാണ് ഹൂതികൾ. ചെങ്കടൽ തീരാത്ത നിർണായകമായ സ്ഥാനമാണ് ഹൂതികളുടെ ശക്തി. ഹൂതികളെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേന വരെ അമേരിക്കയെ സംഘടിപ്പിച്ചു. എന്നിട്ടും അമേരിക്ക ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പേടിച്ച് വഴിമാറി സഞ്ചരിക്കുകയാണ് കപ്പലുകൾ. ഇതിന് അറുതി വരുത്താൻ പല വഴികൾ തേടേണ്ടതുണ്ട് അമേരിക്കയ്ക്ക്. അതിൽ പുതിയതാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാനുള്ള നീക്കങ്ങൾ. അതുവഴി ഹൂതികൾക്ക് ആയുധമെത്തുന്നത് തടയിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിനും തടസ്സങ്ങൾ ഏറെയാണ്. ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും രണ്ട് വഴികളാണ് അമേരിക്ക പുതുതായി തേടുന്നത്. ഒന്ന്, ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്രസഭയുമായി ചേർന്നുള്ള പദ്ധതി. രണ്ട്, ഹൂതികളെ തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിക്കുക. ഇത് രണ്ടും ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. വിപുലമായ പദ്ധതികളാണ് അമേരിക്ക ഹൂതികളെ നേരിടാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിലാണ്. ചെങ്കടലിൽ യമന് എതിർഭാഗത്തുള്ള രാജ്യമാണ് ജിബൂട്ടി. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ UN വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘടനയാണ് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 2016 സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ്. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്ക് ഇപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് തന്നെ UN ഹൂതികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാക്കുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ്. ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കി എടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം. അതിന്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടീം ലിൻഡർ കിങ് ജിബൂട്ടി സന്ദർശിച്ചു. ജിബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂതി ഉപരോധം നടപ്പാക്കാനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറാകുകയാണ്. മാത്രമല്ല, ഹൂതികൾ എന്ന അൻസാർ അള്ളാ സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായ നീക്കം നടത്തുകയാണ്. അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ്. ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നത് വരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ലെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ലോക വ്യാപാരത്തിന്റെ 12% ചെങ്കടലിലൂടെയാണ് നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാന മേഖല. ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം. ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ്. 2003 ശേഷം 320 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ആക്രമണത്തിന്റെ തോത് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. കപ്പലുകൾക്ക് എതിരെ മാത്രമല്ല, സൗദിക്ക് മുകളിലൂടെ ഇസ്രായേലിലെയും ഹൂതികൾ മിസൈൽ തൊടുത്തുവിടുന്നു. ഗാസയിലെയും ഹിസ്ബുള്ളയ്ക്കുമെതിരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തു. പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നെത്തിയ മിസൈൽ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിക്കുകയായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഹൂതികളെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. ഹൂതികളെ അമർച്ച ചെയ്താൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകും. എന്നാൽ തന്ത്രപ്രധാന മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ഹൂതികളെ അത്ര പെട്ടെന്ന് കീഴടക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക ഇപ്പോൾ രംഗത്ത് വരുന്നത്.